ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെട്രോ സ്റ്റേഷനിലേക്കും അതേപോലെ എയർപോർട്ട് സൈഡിലേക്കും ഒരേപോലെ ആക്സസ് ലഭിക്കുന്ന മനോഹരമായ ലൊക്കേഷൻ നിർമ്മിച്ച, അതും ബസ് റൂട്ടിന് വളരെ അടുത്തായി ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരത്ത് നിർമ്മിച്ച മനോഹരമായൊരു വീട്, അതും വലിയൊരു മുറ്റം, നല്ലൊരു ഫ്രണ്ടേജ് ഉള്ളൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 5 സെൻറ്റ് 150 ലെങ്സിലാണ്. 1760 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി സ്പേസുമായാണ് വീട് പണിതിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് ഒരു 4.5 കിലോമീറ്റർ മാത്രം ദൂരം വരുന്നത്. ഈ ലൊക്കേഷൻ വരെ എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് സമീപമായി, ആലുവ മെട്രോ സ്റ്റേഷന് സമീപത്തായി എടത്തല എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്കാണെങ്കിൽ 15 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരി ടൗണിലേക്ക് 8 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. മാത്രമല്ല കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ മാത്രം ദൂരവും വരുന്ന മനോഹരമായ ലൊക്കേഷനിലാണ് വീട് പണിതിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. ഈ വീടിൻ്റെ ബാക്ക് സൈഡിലും ഒരു എൻട്രി വരുന്നുണ്ട്. നമ്മൾ കാണുന്ന ഈ ടാറിംഗ് റോഡിൽ നിന്ന് ഒരു എൻട്രി ബാക്ക് സൈഡും വരുന്നുണ്ട്. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേപോലെ എൻട്രി വരുന്ന ഒരു ഏരിയ കൂടിയാണ്. കൂടാതെ അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം സൈഡ് വശങ്ങളായാലും ബാക്ക് സൈഡ് ആണെങ്കിലും അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമൊരു എലവേഷനിൽ ഒരു ബോക്സി മോഡലാണ് വീടിൻ്റെ നിർമ്മാണം. ഒരേ സമയത്ത് തന്നെ 4ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും മറ്റു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ച വീടിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. സീറ്റ് ഔട്ടിലൊരു ഷൂറാക്കെല്ലാം നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്ക് കാണാം, നല്ല സ്പേഷ്യസ് ആയ മനോഹരമായൊരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മൾട്ടിവുഡിൽ ധാരാളം വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഡൈനിങ് ഏരിയയും ലിവിംഗ് സ്പേസും തമ്മിൽ മൾട്ടിവുഡിൽ പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നേരെ എൻട്രി വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ എന്തായാലും ലഭിക്കുന്നുണ്ട്. കൂടാതെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിലായി മനോഹരമായ രീതിയിൽ തന്നെ ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വാളുകളിൽ മൊറോക്കൻ ടൈലുകൾ പാകിയിരിക്കുന്നു. ഈ ഒരു സ്പേസിലായാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത്യാവശ്യം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. കിച്ചൺ ടോപ്പിനായി ഗ്ലോസി പാറ്റേണുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറാണ് ഇത് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഹാങ്ങിങ് ലൈറ്റുകൾ കൗണ്ടറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ ഒരു ബാക്ക് സൈഡിലായി നമുക്ക് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ടോട്ടലായി 3 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിപ്പത്തിൽ ഒരു കിങ് സൈസ് ബെഡിനാനുള്ള സ്പേസ് നൽകിയാണ് ഈ ഒരു റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പെയിൻറ് വർക്കുകൾ നൽകിയിരിക്കുന്നു. കബോർഡാണെങ്കിലും ഒരു 3 കമ്പാർട്ട്മെൻറ്റായ കബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയ അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിൽ തന്നെ വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റ് പാറ്റേണിലാണ് ഫ്ലോർ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റും മറ്റു സാമഗ്രി ഒഴിക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി സ്ക്വയർ ട്യൂബും വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെന്ന് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. മനോഹരമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഏരിയ, കൂടാതെ ഒരു TV യൂണിറ്റും കൂടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഒരു ഓപ്പൺ യൂട്ടിലിറ്റി സ്പേസും അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായി ഒരു സ്റ്റഡി ടേബിളെല്ലാം നൽകിയിട്ടുണ്ട്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളിലെ ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ഇവിടുത്തെ ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലുള്ള ബെഡ്റൂമാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. വാൾഡ്രോബ് സൗകര്യമാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് പാറ്റേണുകളാണ് ഫ്ലോറിംഗ് ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ലാസ്റ്റ് ബെഡ്റൂം ആണെങ്കിലും മനോഹരമായ ബെഡ്റൂം, വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ലാസ്റ്റ് ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് റേറ്റ് കാര്യങ്ങളിലേക്ക് പോയാൽ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നാണ് ഒരു 10 കിലോമീറ്ററോളം മാത്രം ദൂരത്തായി ആലുവ ടൗണിൽ നിന്നും 4-5 കിലോമീറ്റർ മാത്രം ദൂരത്തായി എടത്തല എന്ന സ്ഥലത്താണ്. അതായത് ചൂണ്ടി ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. ആലുവ രാജഗിരി ഹോസ്പിറ്റലാണെങ്കിൽ 1.5-2 കിലോമീറ്റർ മാത്രം ദൂരവും വരുന്ന 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായ ലൊക്കേഷനിലാണ് വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ വില വരുന്നത് 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. 5 സെൻറ്റ് 150 ലിങ്സിലാണ്. വലിയൊരു മുറ്റം അവൈലബിൾ ആണ്. 3-4 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട് ഇവിടുത്തെ ഓപ്പൺ ഏരിയയാണ്. യൂട്ടിലിറ്റി സ്പേസ് നിർമ്മിക്കാവുന്നതാണ്. കൂടാതെ ഒരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈറ്റ് വിസിറ്റിങ്ങിന് ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടാതെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്ന കിണർ വെള്ളമാണ്. കേബിൾ കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. അപ്പോൾ തൽക്കാലം ഇടവാകുന്ന മറ്റൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.